കൈരളി ന്യൂസ് ഇംപാക്ട്. കൊല്ലത്ത് KMML ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ മെക്ക വഹാബിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ദൃശ്യങ്ങൾ സഹിതമാണ് കൈരളി ന്യൂസ് ഈ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മെക്ക വഹാബിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതെ, ഇത് ഇന്നലെ രാത്രി തന്നെ ഇതിന്റെ ഒരു പ്രസ്താവന, മുസ്ലിം ലീഗിന്റെ പ്രസ്താവന അവരുടെ ഔദ്യോഗിക മുഖപത്രമായ ചന്ദ്രികയിൽ തന്നെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇത് ഇന്നലെ നമ്മൾ ഇന്നിപ്പോ രാവിലെ തന്നെ പുറത്തുവിട്ട വാർത്തയുണ്ട്. മുസ്ലിം ലീഗിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് നൌഷാദ് അദ്ദേഹം തന്നെ വ്യക്തമായി പറഞ്ഞു, ഒരു തരത്തിലും ഇയാളെ ഈ തട്ടിപ്പുകാരനെ പാർട്ടി പിന്തുണയ്ക്കില്ല, നിയമത്തിന്റെ വഴിക്ക് പോകും. അതേസമയം തന്നെ തട്ടിപ്പിനിരയായ കുടുംബത്തോടൊപ്പമാണ് ലീഗ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ലീഗിന് വലിയൊരു തലവേദനയായിരുന്നു ഈ ഒരു കേസ്. പ്രത്യേകിച്ച് ആ ഒരു പാർട്ടിയെ തങ്ങൾ കുടുംബം നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഹജ്ജിന്റെ പേരിൽ പോലും തട്ടിപ്പ് നടത്തിയ ഒരു പാർട്ടി അംഗത്വമുള്ള അല്ലെങ്കിൽ ദേശീയ കൗൺസിൽ അംഗമായിരുന്നു മുമ്പ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരാളെ പാർട്ടിയിൽ വലിയ അനഭിനന്ദനായി മാറിയിട്ടുണ്ട്, അത് പാർട്ടിക്ക് നാണക്കേടായി പോയി എന്ന് അദ്ദേഹം തന്നെ വ്യക്തിപരമായി പറയുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സംഭവത്തോടുകൂടി ഇപ്പോൾ മെക്ക വഹാബിന്റെ പ്രാഥമിക അംഗത്വം ഇപ്പോൾ അത് റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. പാർട്ടി പ്രത്യേക അന്വേഷണവും നടത്തുന്നുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് പറയുകയും ചെയ്തിരുന്നു. ഇനി നിയമപരമായ നടപടികളാണ് അവശേഷിക്കുന്നത്. പോലീസ് അതിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ നോട്ടീസിന് 15 ദിവസത്തെ കാലയളവുണ്ട്. ആ 15 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഹാജരാകേണ്ടി വരും. അതും നമ്മുടെ കൈരളി ന്യൂസ് വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് നടപടി. രാജ്കുമാർ, അതോടൊപ്പം തന്നെ ഈ 1-2 ലക്ഷമായിരുന്നില്ല, 25 ലക്ഷമാണ് ഇത്തരത്തിൽ മെക്ക വഹാബ് തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയത്. അത് മാത്രമല്ല, മുൻപും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി കൂടിയാണ് മെക്ക വഹാബ്. അപ്പോൾ നേതൃത്വം ഒരു തരത്തിലും സംരക്ഷിക്കില്ല എന്നൊരു കാര്യം നേരത്തെ രാജ്കുമാർ സൂചിപ്പിച്ച റിപ്പോർട്ടിലടക്കമുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു തട്ടിപ്പിൽ കൃത്യമായൊരു ആസൂത്രണം അത് മെക്ക വഹാബ് നടത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഇതിൽ പ്രത്യേകമായ കാര്യം കുഞ്ഞാലിക്കുട്ടി മുൻ മന്ത്രിമാരായ കുഞ്ഞാലിക്കുട്ടി, ഇതുപോലെ ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയ നേതാക്കളുമായി തന്റെ ബന്ധം നിങ്ങൾക്ക് അറിയില്ലേ? അവരുടെ ആളുകളെല്ലാം ഇപ്പോഴും KMML ഉണ്ടല്ലോ. ഇവർ രണ്ടുപേരും വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ കൂടിയായിരുന്നു UDFന്റെ സർക്കാരിന്റെ കാലത്ത്. സ്വാഭാവികമായിട്ടും അവരുടെ ആളുകൾ KMML എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയത്. അതുകൂടി ഇപ്പോൾ നമ്മൾ കൈരളി ന്യൂസ് ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇയാളുടെ ശബ്ദശകലങ്ങൾ തന്നെ നമ്മൾ പുറത്തുവിട്ടു. അയാളുടെ ദൃശ്യങ്ങൾ, അയാൾ തന്നെ പറയുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടതോടുകൂടിയാണ് ലീഗ് നേതൃത്വം വെട്ടിലായത്. ഇത് തങ്ങളുടെ ഗുരുതരമായി ബാധിക്കുന്നു, തങ്ങളുടെ ഇമേജിനെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് മെക്ക വഹാബിനെതിരെ ഒരു നടപടിക്ക് മുസ്ലിം ലീഗ് തയ്യാറായത്. എന്നാൽ മുമ്പ് 2020 കൈരളി ന്യൂസ് പുറത്തുവിട്ട മറ്റൊരു വാർത്തയുണ്ട് ഇതേ മെക്ക വഹാബിനെ കുറിച്ച്, ഹജ്ജ് വിഷയമായ തട്ടിപ്പ് സംഭവത്തിൽ. ആ സമയത്തൊന്നും ഇയാളെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇതിന്റെ ദൃശ്യസഹിതം പുറത്തു വരികയും കുഞ്ഞാലിക്കുട്ടിയുടെ ഇബ്രാഹിം കുഞ്ഞിന്റെ പേര് പുറത്തു വന്നതോടുകൂടിയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം പൊടുന്നനെ ഉണർന്നതും ഇയാൾക്കെതിരെ നടപടി എന്ന നിലയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ കുഞ്ഞാലിക്കുട്ടിക്കും ഇബ്രാഹിം കുഞ്ഞിനും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിനും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് നേതൃത്വവും അന്വേഷിക്കേണ്ട കാര്യമാണ്.